തെരഞ്ഞെടുപ്പുകളിലെല്ലാം മികച്ച വിജയം കൈവരിച്ചുകൊണ്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെല്ലാം പിടിച്ചെടുക്കുവാനുള്ള തന്ത്രപരമായ നീക്കം തന്നെയാണ് ബി.ജെ.പി. പാളയങ്ങളിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൗഢഗംഭീരമായി ഇന്ത്യ മഹാരാജ്യത്തെ ഭരിച്ചു മുൻപോട്ട് പോവുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് ഒരു അണുപോലും പുറകോട്ട് പോകുവാൻ തയ്യാറല്ല ബി.ജെ.പി. എന്നത് മാത്രമല്ല, ഒപ്പം സംഘടനാപരമായി സംസ്ഥാനങ്ങളെ കീഴ്പ്പെടുത്തിയെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം കൂടി ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായി വരുന്നുണ്ട്. ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് ആണ് എങ്കിൽ ഇനി അങ്ങോട്ട് ബി.ജെ.പി. തന്നെ ഭരിക്കും എന്ന ഉറപ്പിച്ച ചുവടുകൾ ഓരോന്നും ശ്രദ്ധിച്ചാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് വെക്കുന്നത്. 2014-ലും 2019-ലും പാർലമെന്റിൽ ഉറച്ച ശബ്ദമായി നിൽക്കുവാൻ സാധിച്ച ബി.ജെ.പിക്ക് പക്ഷേ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയ ശബ്ദമുയർത്തി ഉറച്ച കാൽവെപ്പോടുകൂടി നിൽക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അപ്രമാദിത്വമില്ലാത്ത സംസ്ഥാനങ്ങളിൽ കടന്നു കയറി സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം ഓരോന്നായി പയറ്റുകയാണ് ബി.ജെ.പി. അതിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ഝാർഖണ്ഡിൽ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയപരമായ ഒരു തന്ത്രമാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് അവഗണനയുടെ ധ്വനിയിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നേതാവിൻ്റെ അവസാന ചുവടുവെപ്പ് കൂടിയാണ് ബി.ജെ.പിയിലേക്ക് കടന്നു കയറുക എന്നുള്ളത്. പറഞ്ഞു വരുന്നത് ചെമ്പൈ സോറൻ എന്ന ഝാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രിയെ പറ്റിയാണ്. 2024 ഫെബ്രുവരി 7 മുതൽ ജൂലൈ 3, 2024 വരെ ഝാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ചെമ്പൈ സോറൻ, അദ്ദേഹം തനിക്ക് തൊട്ടുമുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ ഇ.ഡിയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ക്രമക്കേടിൽ ജയിലറയ്ക്കുള്ളിലാകുന്നു. അപ്പോൾ ഹേമന്ത് സോറൻ്റെ ഭാര്യയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പാർട്ടിക്കുള്ളിൽ ഒരു നീക്കം നടക്കുമ്പോൾ MLA ആകാത്തത് കൊണ്ട് അവരെ മുഖ്യമന്ത്രിയാക്കാൻ സാധിക്കില്ല എന്ന് ഹേമന്ത് സോറൻ തന്നെ പറയുകയും അങ്ങനെ ചെമ്പൈ സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മുതിർന്ന നേതാവെന്ന തരത്തിൽ കൊണ്ടുവരുന്നു. പിന്നീട് ഹേമന്ത് സോറൻ കുറ്റവിചാരണകളെല്ലാം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഔദ്യോഗികപരമായ ഒരു അറിയിപ്പില്ലാതെ അദ്ദേഹത്തെ പുറത്താക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതായത് അദ്ദേഹത്തോട് പല പരിപാടികളിലും പങ്കെടുക്കേണ്ട എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ പല പരിപാടികളും, ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ചെമ്പൈ സോറൻ്റെ പല പരിപാടികളും ഹേമന്ത് സോറൻ ഇടപെട്ട് റദ്ദാക്കുന്നു. അതിലെല്ലാം മനം നൊന്ത് പിണങ്ങി മാറി നിന്ന ചെമ്പൈ സോറൻ അവിടെയാണ് ബി.ജെ.പി. കൃത്യമായ രാഷ്ട്രീയ തന്ത്രം പയറ്റിയത്. അതിനു മുമ്പ് സോറൻ്റെ രാഷ്ട്രീയ ജീവിതത്തെപ്പറ്റി അറിയേണ്ടതായുണ്ട്. സോറൻ 7 തവണ MLA ആയിട്ടുണ്ട്. 1991-ൽ സെറൈക്കല്ലിയിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 2000 വരെ ബീഹാർ നിയമസഭയിൽ 2 തവണ സേവനമനുഷ്ഠിച്ചു. പിന്നീട് അദ്ദേഹം ഝാർഖണ്ഡ് മുക്തി മോർച്ചയിൽ JMM അംഗമായി. JMMൽ ചേർന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സ്വതന്ത്ര MLA ആയി സേവനമനുഷ്ഠിച്ചിരുന്നു. പിന്നീട് 2005 മുതൽ 2024 വരെ 4 തവണ തുടർച്ചയായി ഝാർഖണ്ഡ് നിയമസഭയിൽ സെറൈക്കൽ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം എത്തി. 2019 മുതൽ 24 വരെ രണ്ടാം ഹേമന്ത് സോറൻ മന്ത്രിസഭയുടെ ക്യാബിനറ്റ് പദവിയും ഝാർഖണ്ഡ് ഗവൺമെന്റിന്റെ ഗതാഗത, പട്ടികവർഗ, പട്ടികജാതി, പിന്നാക്ക വിഭാഗം, ക്ഷേമം എന്നിവയുടെ ക്യാബിനറ്റ് മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായതിനു ശേഷം പെട്ടെന്നുള്ള സംഭവ വികാസങ്ങളിലാണ് 2024 ഫെബ്രുവരി 2 അദ്ദേഹം മുഖ്യമന്ത്രിയായി എത്തുന്നത്. 1990കളിൽ പ്രത്യേക സംസ്ഥാന രൂപീകരണത്തിലുള്ള പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചതിനാൽ സോറനെ ദ ടൈഗർ ഓഫ് ഝാർഖണ്ഡ് എന്നും അന്ന് അറിയപ്പെട്ടിരുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായി നിരവധി ചുവടുവെപ്പുകൾ നടത്തിയിട്ടുള്ള ചെമ്പൈ സോറനെ ഒരു മുന്നൊരുക്കങ്ങളുമില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കിയ മനോവിഷമം ചെറുതൊന്നുമായിരുന്നില്ല. ഇവിടെ കൃത്യമായി ബി.ജെ.പി. ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുന്നു. അങ്ങനെ ഇക്കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഝാർഖണ്ഡിൽ നിന്ന് 9 MLA-മാരെന്ന ചില മാധ്യമങ്ങൾ പറയുന്നു, 6 MLA-മാരെന്ന ചില കണക്കുകൾ പറയുന്നു. അങ്ങനെ കുറച്ച് MLA-മാരുമായി ഡൽഹിയിലേക്ക് എത്തുന്നു. എന്തിനാണ് ഡൽഹിയിലെത്തിയതെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മകളെ നേരിൽ കാണുവാനാണെന്ന് മറുപടി പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം പിന്നീട് ട്വീറ്റ് ചെയ്തപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയായിരുന്നു. 3 കാര്യങ്ങളാണ് അദ്ദേഹം ട്വിറ്റിൽ വ്യക്തമാക്കിയത്. ഒന്നെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് പോകും, എന്തായാലും ബി.ജെ.പിയോടൊപ്പം ചേരുവാനില്ല, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുവാനാണ് തീരുമാനം എന്നതടക്കമുള്ള വിവരങ്ങളാണ് ട്വിറ്റിലൂടെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചത്. അദ്ദേഹത്തിൻ്റെ കരുനീക്കങ്ങളിലൂടെ ഉണ്ടാകുന്ന മറ്റൊരു പ്രതിഭാസം എന്തെന്നാൽ ഝാർഖണ്ഡിലെ സർക്കാർ താഴെ വീഴും എന്നുള്ളത് തന്നെയാണ്. നിലവിലത്തെ കണക്കുകൾ അനുസരിച്ച് 82 സീറ്റുകളുള്ള ഝാർഖണ്ഡിൽ 45 സീറ്റുകളുമായി ഇന്ത്യ സഖ്യം അധികാരത്തിലുണ്ട്. അതിൽ TMMന് 26 സീറ്റുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 17 സീറ്റുകളും CPI-MLLന് 1 സീറ്റും RJDക്ക് 1 സീറ്റുമാണുള്ളത്. അതായത് സർക്കാർ രൂപീകരിക്കുവാൻ വേണ്ട കേവല ഭൂരിപക്ഷമായ 42-ൽ നിന്ന് 45 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിനുണ്ട്. NDA സഖ്യത്തിന് 30 സീറ്റുകളാണുള്ളത്.
അതിൽ BJPക്ക് 24 സീറ്റുകളും AJSUവിന് 3 സീറ്റുകളും NCPക്ക് 1 സീറ്റും JDUവിന് 1 സീറ്റും INDക്ക് 1 സീറ്റുമാണ് ഉള്ളത്. ഇങ്ങനെ കണക്കുകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മുൻപോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും JMMലെ 6 MLAമാരുമായി ചെമ്പൈ സോറൻ BJPയിൽ ചേരുകയാണ് എങ്കിൽ NDAയുടെ അംഗബലം വർദ്ധിക്കുകയും സർക്കാർ താഴെ വീഴുകയും ചെയ്യും. ഈ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ചെമ്പൈ സോറൻ്റെ തീരുമാനങ്ങളിലൂടെ ഝാർഖണ്ഡിൽ നടക്കുവാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അദ്ദേഹം BJP തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യത ഏറെ ഉള്ളത് എന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടിയുണ്ട്. കണക്കുകൾ അത് വ്യക്തമാക്കുന്നുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഝാർഖണ്ഡിലെ 14 സീറ്റുകളിൽ BJP നേടിയത് 8 സീറ്റുകളാണ്. അതായത് 50%-ലേറെ സീറ്റുകൾ നേടിയത് BJP ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2 സീറ്റുകളും JMM 3 സീറ്റുകളും AJSU 1 സീറ്റുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഝാർഖണ്ഡിൽ നിന്ന് നേടിയത്. ഈ സാഹചര്യത്തിൽ വൻ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒപ്പം പല നിയമസഭാ മണ്ഡലങ്ങളിലും BJP മികച്ച ഭൂരിപക്ഷം നേടിയതുകൊണ്ടും അത്തരത്തിൽ മികച്ച ഭൂരിപക്ഷം നേടിയ സീറ്റുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷം നേടിയ സീറ്റുകളിൽ കൂടുതലും BJPക്ക് ഉള്ളതുകൊണ്ടും സ്വാഭാവികമായും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലെത്തുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ JMMന്റെ നേതാവ് ചെമ്പൈ സോറൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ആ ചുവടുവെപ്പിൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം രാഷ്ട്രീയ സാഹചര്യം മാറുന്നു. മുഖ്യമന്ത്രി സീറ്റിൽ അധികാരത്തിലിരുന്ന ചെമ്പൈ സോറനെ ഹേമന്ത് സോറൻ പറഞ്ഞുവിടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിഷമത്തിൽ നിന്നും എടുക്കുന്ന തീരുമാനം അത് BJP നൽകുന്ന ഓഫർ ഒരുപക്ഷെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സീറ്റായിരിക്കാം. എന്തായാലും ഝാർഖണ്ഡിൽ നടക്കുവാൻ പോകുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഝാർഖണ്ഡിൽ ഉണ്ടാകുവാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്ന് അറിയണം.